സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള നീക്കമെന്ന സൂചന. അത്തരത്തിലൊരു നീക്കം തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്രം. വമ്പൻ ട്വിസ്റ്റ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന കെ.സി. വേണുഗോപാൽ ആലപ്പുഴ MP സ്ഥാനം ഒഴിഞ്ഞാൽ അവിടെ വരുന്ന ഒഴിവിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തി മറ്റൊരു താമര വിരിയിക്കാനുള്ള BJPയുടെ ബുദ്ധിപരമായ നീക്കം. ഇതോടെ ആലപ്പുഴയിൽ ജയമുറപ്പിക്കുകയാണ് BJP. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിയ ശേഷം ആലപ്പുഴയിൽ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കാനുള്ള വമ്പൻ നീക്കം നടത്തുകയാണ് BJP. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇനി 2 കേന്ദ്രമന്ത്രിമാർ. കൂടുതൽ താമരകൾ വിരിയുകയാണ് കേരളത്തിൽ. നിയമസഭയിൽ വിരിഞ്ഞ 3 താമരകൾ വിരിഞ്ഞ സമയം വളരെ നല്ലത് എന്ന് വിലയിരുത്തൽ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പരാജയപ്പെട്ടപ്പോൾ ആത്മാർത്ഥമായി വേദനിച്ച ഓരോരുത്തരും ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ്. ഇല്ല, ഞങ്ങളുടെ ശോഭേച്ചയെ കേന്ദ്രം തഴഞ്ഞിട്ടില്ല. ചുറുചുറുക്കും ശോഭേച്ചയുടെ വാക്ചാതുര്യവും ഇനിയും കേരളം കാണും. പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത്. 90കളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ BJP പ്രവർത്തകരുടെ ആവേശമായി മാറാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. അക്കാലത്ത് ശോഭയ്ക്കൊരു ഒത്ത എതിരാളിയെ പലയിടത്തും എത്തിക്കാൻ CPM പാടുപെട്ടിരുന്നു.